السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറാദരണീയനായ പ്രിയങ്കരനായ കോഴിക്കോട് ഖാലി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവർകളെ, പ്രിയങ്കരനായ ഈ ഉജ്ജ്വലമായ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന താലൂക്ക് ജംഇയ്യത്തുകളുടെ ഉപാധ്യക്ഷൻ സുബൈർ ബാക്കവി പാലത്തിങ്ങൽ, എന്റെ അഭിമന്യരായ സഹപ്രവർത്തകർ സയ്യിദ് തയ്യൂബ് ഫൈസി, ഇസ്ഹാഖ് ബാക്കവി, തുടങ്ങി ജില്ലാ താലൂക്ക് ജംഇയ്യത്തുൽ ഉലമയുടെയും മണ്ഡലം SYSന്റെയും സാരഥികളെ, ഈ അടുത്ത കാലങ്ങളിലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മാർഗമാണ് സുന്നത്ത് ജമാഅത്തിന്റെ സത്യസന്ധമായ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ഈ സംഘത്തിന് കരുത്ത് പകരാൻ പ്രചാരണ പ്രവർത്തന പ്രസംഗ പരിപാടികളുമായി സജീവമായി രംഗത്ത് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കം, മുഹമ്മദ് രാമന്തളി, പ്രിയങ്കരനായ അക്ബർ സാദി, അബ്ദുൽ ഹമീദ് സക്കാഫി, മറുവിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, കാലങ്ങളായി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദീനിന്റെ ഫത്വകൾ, വളച്ചൊടിച്ച ഫത്വകൾ പൊളിച്ചെഴുതിക്കൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിൽ, മറുപടി പറയാനാകാത്ത വിധത്തിൽ പണ്ഡിതോചിതമായി സമൂഹമധ്യേ, സമുദായമധ്യേ വിഷയാവതരണം നടത്തിക്കൊണ്ട് പൊന്മളയ്ക്കെതിരെ സജീവമായി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ സഹപ്രവർത്തകൻ മുഹമ്മദ് സാദി വളാഞ്ചേരി ഉൾപ്പെടെയുള്ള ഈ സ്റ്റേജിൽ ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. ആ ഭാഗത്തുനിന്ന് ഇന്നും കടന്നു വന്ന ആദ്യമായി പങ്കെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളെ, ഈ സ്റ്റേജിലും സദസ്സിലുമായി ഒത്തുകൂടിയ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കീഴ്ഘടകങ്ങളെയും സമുന്നതരായ സാരഥികളെ, ബഹുമാന്യനായ PA മൗലവി അച്ഛനമ്പലം, നൌഷാദ് ചട്ടിപ്പടി ഉൾപ്പെടെയുള്ള എന്റെ ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, കാരണവന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മണ്ഡലം സമ്മേളനങ്ങൾ ജില്ലയിലുടനീളം നടന്നു വരികയാണ്. കേരളത്തിൽ നിരവധി മതസംഘടനകളുണ്ടെങ്കിലും അന്തസ്സാർന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് കർമ്മരംഗത്ത് സജീവമായി നിരന്തരമായ പ്രവർത്തനങ്ങളുമായി ഒരു നവോന്മേഷത്തോടുകൂടി ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും മാത്രമാണ് എന്ന സത്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരൂരങ്ങാടി താലൂക്കിന്റെ മഹാസമ്മേളനമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. നീണ്ട 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുണ്ട് കേരളീയ ഇസ്ലാമിക സമൂഹത്തിന്.
കൃത്യമായി ചരിത്രരേഖകളുടെ പിൻബലത്തോടുകൂടി പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരും അനുകരണീയരും, നമുക്ക് തീർത്തും അനുകരിക്കാവുന്ന മഹാന്മാരായ സ്വഹാബ കിറാം, അവരാണ് ദീനിന്റെ വെള്ളി വെളിച്ചം നമ്മുടെ പൂർവികർക്ക് കൈമാറിയത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. അത് പൈതൃകമായി പാരമ്പര്യമായി കേരളീയ മുസ്ലിങ്ങൾ കൈമാറിപ്പോന്നു എന്ന സത്യവും അവിതർക്കിതമാണ്. സ്വഹാബത്താണ് നമ്മുടെ നാട്ടിൽ ദീനെത്തിച്ചത് എന്ന് കേരളത്തിലെ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ ഇക്കഴിഞ്ഞ സോവനീർ പോലും അടിവരയിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആ സ്വഹാബത്ത് പഠിപ്പിച്ച സംശുദ്ധമായ ദീനിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ശിർക്കും ബിദഅത്തുമായി ചിത്രീകരിച്ചുകൊണ്ട് 1920കളിൽ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവിക തലമുറ രംഗത്ത് വന്നപ്പോൾ ഒരു 2-3 കൊല്ലക്കാലം 4 കൊല്ലക്കാലം നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും പകച്ചു നിന്നു. എന്ത് ചെയ്യണം? അന്നത്തെ മുജാഹിദ് മൗലവിമാർ ഇന്നത്തെ പോലെയല്ല തലപ്പാവണിഞ്ഞ ശുഭ്രവസ്ത്രധാരികളായ, കയ്യിൽ തസ്ബീഹിന്റെ മാല പിടിച്ചുകൊണ്ട് ദിക്റുകളുമായി നടക്കുന്ന, വസ്ത്രം കണങ്കാലിന്റെ മധ്യം വരെ മാത്രമെടുക്കുന്ന പ്രത്യക്ഷത്തിൽ നല്ലവരായ ആളുകൾ സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സമ്മേളനങ്ങളും സംഘടനയും ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഈ നിലകൊള്ളുന്ന മാർഗം ഷിർക്കിന്റെ മാർഗമാണ്, ബിദ്അത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ പാവം കേരളീയ മുസ്ലിം സമൂഹം അത് വിശ്വസിച്ചു. പലരും അങ്ങോട്ട് ഒഴുകിപ്പോയി. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സത്യസന്ധമായ മാർഗം, ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം, അത് കൃത്യമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവർ സൃഷ്ടിച്ച തെറ്റിദ്ധാരണ പുകപടലങ്ങൾ നീക്കം ചെയ്യാനുമായി 1926 സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രമുഖനായ മഹാന്റെ നേതൃത്വത്തിൽ, മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവരുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ആധികാരിക മത പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സംഘത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ബറക്കത്ത്, അതിന്റെ ഒരു ഐശ്വര്യം നമ്മൾ ആ ഏറെ അനുഗ്രഹീതമായ ആ സംവിധാനത്തിന്റെ പ്രത്യേകത ഈ 90 വർഷം പിന്നിപ്പോട്ടപ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്രയെത്ര പുതിയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ സമുദായത്തിന്റെ പേരിൽ ഉടലെടുത്തത്, എത്രയെത്ര വ്യാജ തരീഖത്തുകളാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവ ഓരോന്നും യഥോചിതം സസൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തി അതിനെക്കുറിച്ചുള്ള തീരുമാനമെടുത്ത് കേരളീയ മുസ്ലിം സമാജത്തെ
അറിയിച്ചുകൊണ്ടും ബോധവൽക്കരിച്ചുകൊണ്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ മുന്നോട്ട് പോയതിന്റെ ഫലമായി എന്തൊക്കെ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ മറുവിഭാഗങ്ങൾ നടത്തിയിട്ടും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം ഇന്നും ദീനിന്റെ സത്യസന്ധമായ മാർഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സമസ്തയുടെ വില അറിയണമെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യണം. UAE പോലുള്ള അറബ് രാജ്യങ്ങളിൽ ഒരു 10-20 വർഷം മുമ്പ് വരെ മഹാഭൂരിപക്ഷം സുന്നികളായിരുന്നു. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ അറബി ലഘുലേഖകൾ വഴിയുള്ള പ്രചരണത്തിന് വശംവദരായി നല്ലൊരു പക്ഷം ആളുകൾ ആശയപരമായി 10-20 വർഷത്തിനകം വ്യതിയാനം വന്നു കഴിഞ്ഞു, മാറ്റം വന്നു കഴിഞ്ഞു. എന്തേ അവിടെയൊക്കെയുള്ള പ്രശ്നം? പ്രതിരോധിക്കാൻ സംവിധാനങ്ങളില്ല, സംഘടനകളില്ല. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുമായി ഈ മഹത്തായ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകമായ സംവിധാനത്തിന്റെ ബറക്കത്ത് കൊണ്ട് പ്രചാരണവും പ്രവർത്തനവും പ്രതിരോധവും കൊണ്ട് ഇന്നും അജയ്യമായി ദീനുൽ ഇസ്ലാമിന്റെ ആ ഒറിജിനൽ മാർഗത്തിൽ നിന്ന് ഒന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ, അതിലേക്ക് അഡീഷണലായി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ അതിന്റെ തനിമയോടുകൂടി കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ കേരളീയ മുസ്ലിം സമൂഹം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇതിന്റെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർക്ക്, സാദാത്തുക്കൾക്ക്, പ്രവർത്തകന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയരായ നായകന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യവും തൗഫീഖും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വലിയൊരു സംവിധാന സഹോദരന്മാർ. ഇതിന്റെ കണ്ണിയായാൽ അതിന്റെ ഫലം നമുക്ക് ആഖിറത്തിൽ വലിയ ഫലമായിരിക്കും. ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി സുന്നത്ത് ജമാഅത്തിനെതിരെ ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? ഈ സുന്നി മഹാജനകോടികൾ മുഴുവൻ ശിർക്കുകാരാണ്, മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. അതിനവർ ഉന്നയിച്ച കാരണം, ഇത് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പറം തങ്ങൾ അവരുടെ നാടാണ്. ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ തങ്ങൾ അവരുടെ സിയാറത്ത് ചെയ്താൽ തങ്ങളിൽ നിന്ന് ആത്മീയമായി നമുക്ക് ഗുണപരമായ നേട്ടങ്ങൾ തങ്ങളെ കൊണ്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. ആരെതിർത്താലും ശരി, അനുഭവിച്ച ഈ തലമുറയ്ക്ക്, ഈ നാട്ടുകാർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. കിതാബുകളിലും ഖുർആനിലും ഹദീസിലും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് മാത്രമല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തങ്ങളുടെ ആത്മീയമായ പിൻബലം, തങ്ങളുടെ മദദ്, മഅൂനത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രദേശത്തുകാർ. ചമ്മാട് ദാൽഹുദയും മമ്പുറം തങ്ങളുടെ മക്കാമും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ മഹാനവരുടെ അഭൗതികമായ ലോകത്ത് വെച്ചുള്ള ഇടപെടലുകൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാ. പക്ഷെ ഇത്തരം മഹാത്മാക്കളിൽ നിന്ന് ഇങ്ങനെ സഹായവും മദതും കിട്ടുമെന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അത് മറഞ്ഞ വഴിക്കുള്ള സഹായം കിട്ടുമെന്ന വിശ്വാസമായതുകൊണ്ട് അത് ശിർക്കാണ് എന്നും, മറഞ്ഞ വഴിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ലോകത്ത് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ മഹാത്മാക്കൾക്ക് കഴിയില്ല എന്ന കാര്യം സുനിശ്ചിതമാണ്. അത് ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും മരിച്ചുപോയവരായിരുന്നാലും അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിയില്ലെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് മഹാത്മാക്കളെ കുറിച്ച് നമ്മുടെ വിശ്വാസം, അത് ശിർക്കാക്കി ചിത്രീകരിക്കാനുള്ള നിരന്തരമായ യത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ച് 90 വർഷം പിന്നിട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഈ വാദത്തിന് രംഗത്ത് വന്നു. എന്റെ ജിന്നുകൾ മറഞ്ഞ വഴിക്ക് ഇടപെടുന്നില്ലേ? പിശാചുകൾ മറഞ്ഞ വഴിക്ക് ഇടപെടുന്നില്ലേ? മലക്കുകൾ മറഞ്ഞ വഴിക്ക് ഇടപെടുന്നില്ലേ? പിന്നെ മഹാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം? എങ്ങനെയാണ് ശിർക്ക് വരിക എന്ന കൃത്യമായ ചോദ്യത്തിനോ മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറയാൻ സാധിക്കാത്തതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായി ആരോപണവും പരസ്പരം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ആളുകൾക്ക് അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, മരണപ്പെട്ട ശേഷവും അഭൗതികമായി മറഞ്ഞ വഴിക്ക് ഇടപെടാൻ കഴിയും ആത്മീയമായി എന്ന കാര്യം ഒരു അനിഷേധ്യമായ പരമാർത്ഥമാണ്. ഞാനൊരൊറ്റ ഉദാഹരണം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അൽ ഇസാബ എന്ന ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആധികാരികമായ സ്വഹാബത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്.
ആ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ അല്ലാഹുവിന്റെ പുത്രൻ ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യും. അദ്ദേഹം പറയുന്നു, ജഹ്സ ഉമറു ജയ്ശൻ വറഅസ അലൈഹി റജുലൻ യുഖാലു ലഹു സാരിയ. എന്റെ അഭിവന്ദനായ പിതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർകൾ നഹാവന്ത് എന്ന അതിവിദൂരമായ ഒരു പ്രദേശത്തേക്ക് ഒരു സൈനിക സംഘത്തെ നിയോഗിച്ചു, ഒരു യുദ്ധത്തിന്. ആ സൈനിക സംഘത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ സാരിയ റളിയല്ലാഹു അൻഹു എന്ന പ്രഗത്ഭനായ ഒരു നായകനെയും നിയോഗിച്ചു. അവർ യാത്ര പോയി, ദിവസങ്ങൾ പിന്നിട്ടു. ഒരു ദിവസം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ എന്റെ പിതാവ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുത്ബയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. 3 തവണ സാരിയ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്ക്, സാരിയ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്ക്, സാരിയ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്ക്. ആളുകൾക്ക് ഖുത്ബയുടെ അറബിയിൽ പറഞ്ഞ ഈ വാചകത്തിന്റെ ആശയവും പൊരുളും മനസ്സിലായില്ല. പിന്നീട് ഫഅർസല വജാഅ റസൂലുൽ ജയ്ഷ്, സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈനിക സംഘത്തിന്റെ ഒരു ദൂതനായി ഒരു സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് തങ്ങളെ സന്ദർശിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്താണ് നഹാവന്തിലെ സ്ഥിതി, നമ്മളെ വിജയമാണോ പരാജയമാണോ ചോദിച്ചു. മഹാനായ ആ സുഹൃത്ത് പറയുന്നു, പ്രമുഖനായ ആ മഹാൻ പറയുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഞങ്ങൾ ഫഹുസിന്ന, പരാജയത്തിന്റെ വക്കിലായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് സുനിശ്ചിതമായ നിലയിൽ പരാജയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കണം എന്ന ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് മാറി നിൽക്കാൻ സാരിയെ ഞങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ മാറി നിന്ന് ഒരുമിച്ച് യുദ്ധം ചെയ്തപ്പോൾ ഫഹസംനാഹും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. ഈ വാർത്ത അറിയിക്കാൻ എന്നെ വിട്ടതാണെന്ന് ആ മഹാനായ ദൂതൻ ചൂണ്ടിക്കാണിക്കുന്നു. അൽ ഇസാബ ഫി തംയീസ് സഹാബ ആധികാരികമായ ചരിത്ര ഗ്രന്ഥമാണ്. ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ് ഇടപെടൽ. ആർക്കാണ് ഈ ചരിത്രം നിഷേധിക്കാൻ സാധിക്കുക? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന രാജ്യവുമായി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളവർകൾ ഒരു ആധുനിക ഉപകരണത്തിന്റെയും പിൻബലമില്ലാതെ നേരിട്ടവരെ കാണുന്നു, അവരുമായി സംവദിക്കുന്നു, അവർ കേൾക്കുന്നു, തിരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, ലക്ഷ്യം കാണുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. മരണാനന്തരവും ഈ കഴിവും ഈ കറാമത്തും ഈ മുഴുവത്തും അതേപടി നിലനിൽക്കുമെന്ന കാര്യം അനിഷേധ്യമാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം നിരാകരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി നിരാകരിക്കുന്നു. ഏറ്റവും വൈകി കണ്ണിയത്ത് ഉസ്താദിന്റെ ഗുരുത്വക്കേടിന്റെ അനന്തരഫലത്തിന്റെ തുടർ പ്രക്രിയയാകാം കാന്തപുരം വിഭാഗവും മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണാനന്തരം അഭൗതികമായി ഇടപെടാനും സഹായിക്കാനുമുള്ള കഴിവ് നിലച്ചു പോകുമെന്ന് ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇതെന്തൊരു അബദ്ധമായ വാദമാണ്. മരണാനന്തരം മഹാത്മാക്കളുടെ കഴിവുകൾ മുറിഞ്ഞു പോകുമെന്നോ, മരണാനന്തരം അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ അവസാനിച്ചു പോകുമെന്നോ, മരണാനന്തരം ഔലിയാക്കളുടെ കറാമത്തുകൾ വിച്ഛേദിക്കപ്പെടുമെന്നോ ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? മുജാഹിദ് പ്രസ്ഥാനം ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അവർക്ക് പറയൽ ആവശ്യമാണ്. കാരണം മറഞ്ഞ വഴിക്ക് മഹാത്മാക്കൾ സഹായം കിട്ടുമെന്ന സുന്നി വിശ്വാസത്തെ നിരാകരിക്കണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വാദം പറഞ്ഞേ തീരൂ, അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ. പക്ഷെ കാന്തപുരം വിഭാഗം എന്തിനാണ് ഈ അബദ്ധപൂർവമായ ഒരു വാദം പറഞ്ഞത്? എന്തിനു പറഞ്ഞു? അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിച്ചതാ. ഗുരുത്വക്കേണ്ട അനന്തരഫല അവരുടെ കൈവശം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശമുണ്ടെന്നാണല്ലോ അവർ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അവസാനിച്ചു പോകില്ല. ആര് പറഞ്ഞാലും, കാന്തപുരം പറഞ്ഞാലും ശരി, പൊന്മണ പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ശരീരത്തിന്റെ പ്രത്യേകതകളും മഹത്വങ്ങളും കറാമത്തുകളും മുഅ്ജിസത്തുകളും ആദരവുകളും വഫാത്തിന് ശേഷം നശിച്ചു പോകുമെന്ന് ആര് പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ഹബീബ് അജയ്യമായി തങ്ങളുടെ പ്രത്യേകതകളോട് ഖുസൂസിയത്തിലൂടെ എക്കാലവും നിലനിൽക്കുമെന്ന ഇസ്ലാമിന്റെ അധ്യാപനം ഒരു സത്യമായി തുടരുക തന്നെ ചെയ്യും. പക്ഷെ ഇവരുടെ കൈവശമുള്ള മുടി എന്തായി? അത് കത്തിച്ചപ്പോൾ കത്തിപ്പോയി എന്ന അനുഭവത്തിൽ ബോധ്യപ്പെട്ടു.
അവരെ മർക്കസിലെ മുടിയല്ല കത്തിച്ചത്, പക്ഷെ അവിടെ നിന്ന് കൊണ്ടുവന്ന അതേ മുടി ജിഷാൻ മാഹി കത്തിച്ചു നോക്കി. നമ്മളും അവിടെ നിന്ന് കൊണ്ടുവന്ന മുടി കത്തിച്ചു. രണ്ടും കത്തുന്നുണ്ട്. രണ്ടിനും നിഴലുണ്ടോ എന്ന് നോക്കി. രണ്ടിനും നിഴലുണ്ടെന്ന് ബോധ്യപ്പെട്ടു. എന്റെ അഭിനന്ദനായ സഹപ്രവർത്തകൻ മുഹമ്മദ് രാമന്തലി അവിടെ നിന്ന് മുടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുടി അദ്ദേഹം പരീക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മുടികൾക്ക് മുഴുവനുള്ള പ്രത്യേകത അതിന് നിഴലുണ്ട്, അതിന് കത്തിച്ചാൽ കത്തുന്നുണ്ട്. എല്ലാ സാധാരണ മുടികളെ പോലെ തന്നെയാണ് ആ മുടികൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ മുടി സത്യത്തിൽ ഹബീബിന്റെ മുടിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. ആ ശരീരം ദ്രവിക്കില്ല, ആ ശരീരം നശിച്ചു പോകില്ല, ആ ശരീരത്തിലെ മുടി നശിക്കില്ല, ആ ശരീരത്തിന്റെ നഖം നശിക്കില്ല, ആ ശരീരത്തിന്റെ ഒരു ഭാഗവും ദ്രവിച്ചു പോകില്ല, കത്തിപ്പോകില്ല. അത് അങ്ങനെ തന്നെ അള്ളാഹു കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയ അലാ ഹാദിഹിൽ അർള്. അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരം ഈ മണ്ണിൽ ദ്രവിച്ചു പോകുന്നത്, നശിച്ചു പോകുന്നത് എല്ലാ അർത്ഥത്തിലും ഭൂമിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. പക്ഷേ സ്വന്തം മുടിയെ സംരക്ഷിക്കാൻ വേണ്ടി, സ്വന്തം വ്യാജമുടിയെ കാത്തു സൂക്ഷിക്കാനുള്ള വിഫല ശ്രമത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ ശരീരത്തിന്റെ പ്രത്യേകതകളോട് മരിച്ചതോടുകൂടി ഖലാസ് അവസാനിച്ചു. ഇനി തങ്ങളുടെ ശരീരത്തിന് പ്രത്യേകതയില്ല എന്ന് പച്ചയായി സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിലെ സംസ്ഥാന അധ്യക്ഷൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ് സ്ഥാപിക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പറഞ്ഞത് അബദ്ധമായി തെറ്റുതിരുത്തുന്നു എന്നല്ല, സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇപ്പുറത്ത് താഴെ കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അവരുടെ ശരീരത്തിന്റെ ഭാഗം പോലും നശിക്കില്ലെന്ന് അഷ്റഫുൽ ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഞാൻ ഒറ്റ ചെറിയ സംഭവം പറയട്ടെ സുഹൃത്തുക്കളെ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ പുത്രൻ ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹാബി വരുന്ന റിപ്പോർട്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദാനി അബി, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം എന്നെ ക്ഷണിച്ചു, എന്നെ വിളിച്ചു, മോനെ ഇവിടെ വാ എന്നാണ്. ഉപ്പ അബ്ദുള്ള സ്വഹാബിയ, രണ്ടുപേരും സ്വഹാബിയ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, മാ തറക്തു ബഅദി അഅസ്സ അലയ്യ മിൻക, ഞാൻ ഈ ഭൂമിയിൽ എന്റെ ശേഷം എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവനായി കാണുന്നത്, ഏറ്റവും എന്നോട് അടുപ്പമുള്ളവനായി കാണുന്നത് മോനെ നീ മാത്രമാണ്, വേറെ മറ്റൊരാളും എനിക്ക് ബന്ധപ്പെട്ടവനില്ല. ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ കഴിഞ്ഞാൽ മോനാണ് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയട്ടെ, ഇന്നി ഉറ അവ്വല ഖതീരിൻ ഫീമൻ യുഖ്തൽ മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ മോനെ ഉഹദ് യുദ്ധം നടക്കും. ഉഹദ് യുദ്ധത്തിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിവരന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ രക്തസാക്ഷി, ആദ്യത്തെ ഷഹീദ് പൊന്നുമോനെ നിന്റെ ഒപ്പയായിരിക്കും, ഞാനായിരിക്കും. രണ്ട് വസിയത്ത് നിന്നോട് ഞാൻ പറയുകയാണ്. ഒന്നെന്റെ പൊന്നുമോനെ, ഇന്നാലേ ദുയൂനൻ, എനിക്കൊരുപാട് കടബാധ്യതകളുണ്ട്. ആ കടബാധ്യതകൾ മുഴുവൻ മോനേറ്റെടുക്കണം. ഞാൻ മരിക്കാൻ എന്റെ ഖബർ സലാമത്താകാൻ രക്ഷപ്പെടണമെങ്കിൽ മോനെ ആ കടബാധ്യത ഏറ്റെടുക്കണം. രണ്ടാമത്തെ കാര്യം, മോനെ നിനക്കൊക്കെ പെങ്ങന്മാരെ നിനക്കറിയാം. വസ്തൗസിന്റെ അഹവാത്തിക്ക, നിന്റെ പെങ്ങന്മാരെ മുഴുവൻ, എന്റെ പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ച് നീ കൊണ്ട് സൂക്ഷിച്ചു നടന്നോ. അവരൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യണം. ഞാൻ അവർക്ക് ഉപ്പല്ല, മോന് മാത്രമേ ഉള്ളൂ, ഇയാൾ മാത്രമേ ആൺകുട്ടിയുള്ളൂ. പറഞ്ഞതുപോലെ ഹദീസിൽ പറയുന്നു, പിറ്റേ ദിവസം രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ, ഉഹദ് യുദ്ധം അരങ്ങേറിയപ്പോൾ മുസ്ലിങ്ങൾ ആദ്യത്തെ രക്തസാക്ഷി മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പയായിരുന്നു. ആ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്, അന്ന് ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് ഏറെ കഷ്ടനഷ്ടങ്ങൾ വന്ന യുദ്ധമായതുകൊണ്ട്, ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായതുകൊണ്ട്, ഒരുപാട് പരിക്കേറ്റത്, എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന് പോലും പരിക്കേറ്റുവെന്നും വഫാത്തായി വധിക്കപ്പെട്ടുവെന്നും വാർത്തകൾ പ്രചരിപ്പിച്ച ദുരന്തപൂർണമായ യുദ്ധമായതുകൊണ്ട് രക്തസാക്ഷികളെ കബറടക്കുന്ന കൂട്ടത്തിൽ ജാബിർ റളിയല്ലാഹു പറയാണ്, എന്റെ ഉപ്പാന്റെ കൂടെ ദഫൻതു മാഹു ആഖിർ, വേറെ ഷഹീദിനും കൂടി കബറടക്കി, രണ്ടാമത് കബറിലാണ് കബറടക്കിയത്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ പിന്നിട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മലം തത്തു ബിനഫ്സി, എന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, സംതൃപ്തി കിട്ടുന്നില്ല. അന്ന് എന്തൊക്കെ സങ്കീർണമായ സാഹചര്യം ഉണ്ടെങ്കിലും എന്റെ ഉപ്പാന്റെ കൂടെ മറ്റൊരാളെ കബറെടുക്കരുതായിരുന്നു. ഉപ്പാക്ക് സ്വന്തമായ കബർ എന്തുകൊണ്ട് എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചില്ല? ഈ ഒരു മനസാക്ഷിക്കുത്ത്. അവസാനം ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവസാനം ഒരു തീരുമാനം എടുത്തു, ഇനി എന്ത് വന്നാലും ശരി, എന്റെ ഉപ്പാനെ ഞാൻ കബർ തുറന്നിട്ട് ഉപ്പാനെടുത്തിട്ട് വേറിട്ട് തന്നെ കബറടക്കും.
അങ്ങനെ സുമ്മസ്തഖ്റജ്തുഹു ബഅദ 6 അശ്ഹുർ. നോക്കണം നിങ്ങൾ, 6 മാസം കഴിഞ്ഞിട്ട് എന്റെ ഉപ്പാന്റെ ജനാസ ഞാൻ ഖബർ തുറന്നിട്ട് പുറത്തെടുത്തിട്ട് വേറെ ഖബറടക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പുറത്തെടുത്തപ്പോൾ വലം യതഗയ്യർ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാന്റെ ഭൗതിക ശരീരം അത് ഷഹീദാണ്. 6 മാസം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു മുടിക്ക് പോലും ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് പോലും ഗൈറൗദിനി, ചെവിയുടെ ഭാഗത്ത് ചെറിയൊരു പരിക്കുണ്ടെന്നല്ല ഒഴിച്ചാൽ മറ്റ് യാതൊരു പരിക്കും സംഭവിച്ചിട്ടില്ല എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, രേഖപ്പെടുന്നു സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിവരന്മാർക്ക് പോലും, ശുഹദാക്കൾക്ക് പോലും, അല്ലാഹുവിന്റെ റസൂലിന്റെ ഔലിയാക്കൾക്ക് പോലും, അല്ലാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾക്ക് പോലും അവരുടെ ഭൗതിക ശരീരം പരിക്കേൽക്കാതെ, നശിക്കാതെ, ദ്രവിച്ചു പോകാതെ പടച്ച റബ്ബ് കാത്തു സൂക്ഷിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകൾ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന സ്വഹാബാക്കളുടെയും ഔലിയാക്കളുടെയും എന്നല്ല ലോകത്തെ അമ്പിയാക്കളുടെ മുഴുവനും, എന്നല്ല ലോകത്തെ മലായികത്തുകളുടെ മുഴുവനും, അവരിലൊക്കെ നായകനും ശ്രേഷ്ഠനും ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനുമായ അഷ്റഫുൽ ഖൽഖ് മുത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ തങ്ങൾ കഴിഞ്ഞു, തങ്ങൾ അവസാനിച്ചു. മുജാഹിദ് പറയില്ലോ ഈ ധൈര്യവാദം. മുജാഹിദ് മറഞ്ഞ വഴിക്ക് അഭൗതികമായി മുഴുവത്ത് പ്രകടിപ്പിക്കാൻ കഴിയോ അല്ലേ സംശയമുള്ളൂ. ശരീരം നശിക്കുന്ന അവർ പോലും പറഞ്ഞിട്ടില്ല, അത് ദ്രവിച്ചു പോകുമെന്ന് അവർ പോലും പറഞ്ഞിട്ടില്ല. ഇതുവരെ നശിച്ചു പോകും, വഫാത്തോടുകൂടി അവസാനിച്ചു എന്നാണ് പൊന്മള പറയുന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളെ കടക്കുകയല്ല. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഈ തരത്തിൽ പറയുമ്പോൾ അതിനെതിരായ പ്രകടമായ 100 ഹദീസുകളും ഫത്വകളും അതുപോലെ തന്നെ വിശദമായി കാര്യങ്ങൾ രേഖപ്പെടുത്തി കിതാബുകൾ വെച്ച് കിടക്കുമ്പോൾ സ്വന്തം വ്യാജമുടിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അയാൾ പിൻവലിക്കുന്ന ലക്ഷണമില്ല. കാന്തപുരം ഇത് എതിരാണെങ്കിലും ഞാൻ പിൻവലിക്കില്ല, എന്റെ വാദമാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുമ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചാരണ രംഗത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കാന്തപുരം വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന് മുന്നിൽ ചെന്ന് എങ്ങനെ മറുപടിയും? മഹാനായ മമ്പറൻ തങ്ങൾ ഞങ്ങൾ സഹായിക്കും, മരണാനന്തരം അവർക്ക് കറാമത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, കറാമത്ത് മരിച്ചാൽ മുറിഞ്ഞു പോകും എന്നല്ല നിങ്ങൾ പറഞ്ഞത്. എങ്ങനെ സഹായിക്കുമെന്ന് തിരിച്ചു ചോദിച്ചാൽ കാന്തപുരം വിഭാഗത്തിന് എങ്ങനെ സുന്നിയെ ആദർശ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും? പടച്ചറപ്പോട് എത്തിച്ചതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ മനസ്സിലാക്കിയും ചിന്തിച്ചും വിലയിരുത്തിയും തന്നെയാണ് ഇതുപോലുള്ള യുവ പണ്ഡിത സുഹൃത്തുക്കൾ, സാധാരണക്കാരായ ബുദ്ധിയുള്ള ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി മാതൃസംഘടനയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മാത്രമല്ല, കള്ളം പറയാൻ ഒരു മടിയും ഒരു ലജ്ജയുമില്ലാത്ത വിഭാഗം. ഈ കാണുന്നത് സിറാജ് പത്രമാണ്. ഈ സിറാജ് പത്രം ഇത് പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസമാണ്, ഇക്കഴിഞ്ഞ 2-ാം തീയതി ഇവരെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ്. ഈ പത്രത്തിൽ എന്തെങ്കിലും പുതിയ തലമുറക്ക് മുമ്പിൽ ഞങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കാൻ ന്യായം പറയട്ടെ. എന്തിനാണ് കാന്തപുരം വിഭാഗം വേറിട്ട് നിൽക്കുന്ന? തറാവീഹ് 20 റക്അത്ത് അവർക്കുണ്ടാവുമ്പോൾ നമുക്ക് 20-18 ആക്കിയിട്ടുണ്ടോ? നമ്മൾ 4 മദ്ഹബ് സ്വീകരിക്കാന്ന് പറയുന്നത് നമ്മളത് 3 ആക്കി വെട്ടിച്ചുരുക്കിയിട്ടുണ്ടോ? ജുമാന്റെ ഖുത്ബ അറബി നമ്മൾ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? നമ്മൾ ഖുതുബിയത്തിലോ മൗലിദിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്തിനാണ് വേറിട്ടി പള്ളികളും, എന്തിനാണ് ഈ വേറിട്ടി മദ്രസകളും, എന്തിനാണ് ഈ കുഴപ്പങ്ങളും കോളേജുകളും സമാന്തരമാക്കി ഉണ്ടാക്കിക്കൊണ്ട് സമുദായ മധ്യേ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന പുതിയ തലമുറയുടെ ചോദ്യത്തിന് മറുപടിയായി എന്തെങ്കിലും ന്യായം പറയണ്ടേ? നോക്കൂ നിങ്ങൾ, അവരുടെ പത്രമാണ് ഈ പത്രം. ഈ പത്രത്തിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? ഇവിടെ നമ്മുടെ പത്രം സുപ്രഭാതം ദിനപത്രം 7 മാസക്കാലമായി. ഞാൻ പറയട്ടെ, ഒരു കളവ്, ആശയപരമായി ഒരു കളവ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം എഴുതി വച്ചതായി മറുവിഭാഗത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ സുപ്രഭാതം ദിനപത്രത്തിൽ? എന്നാൽ ഇവർ പച്ചയായി എഴുതി വെച്ച് നോക്കൂ. ഞാൻ ആ വാചകം മാത്രം വായിച്ചു കേൾപ്പിക്കാം. ഇത്രയും കാലം സമസ്ത സൂക്ഷിച്ചു വന്ന തീരുമാനങ്ങളും, അതായത് കാന്തപുരം ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പശ്ചാത്തലം പറയാം, ആ കാലത്ത് പറയാ, ഇത്രയും കാലം സമസ്ത സൂക്ഷിച്ചു വന്ന തീരുമാനങ്ങളും മുൻ ഫത്വകളും പ്രമേയങ്ങളും ചില രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ മാറ്റി എഴുതണമെന്ന് ചിലർ സ്വാധീനിച്ചതനുസരിച്ച് അന്നത്തെ ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോൾ അത് ദീനിന്റെ ആണിക്കല്ല് ഇളക്കുന്നതാണെന്നും സമസ്തയുടെ സ്ഥാപക ലക്ഷ്യങ്ങൾ അട്ടിമറിക്കുന്നതാണെന്നും അത് അനുവദിക്കുകയില്ലെന്നും കാന്തപുരം ശക്തമായി മുഷാവറയിൽ പ്രതികരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നത്തെ സെക്രട്ടറി ഞാൻ ആരാണെന്നോ?
അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ കേരളം കണ്ട പ്രഗത്ഭനായ ആത്മീയ നായകൻ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ വലിയ മനുഷ്യൻ, അദ്ദേഹമാണ് സുന്നത്ത് ജമാഅത്തിനെ കേരളത്തിൽ കാത്തുരക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ ബുദ്ധിയും പാണ്ഡിത്യവുമാണ് ഈ സുന്നി പ്രസ്ഥാനത്തെ കേരളത്തിൽ നിലനിർത്തിയത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, കാന്തപുരം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണം സമസ്തയുടെ ആദ്യകാല തീരുമാനങ്ങൾ മാറ്റം വരുത്താൻ തീരുമാനിച്ചു, സമസ്തയുടെ ആദ്യകാല ഫത്വകൾ മാറ്റം വരുത്താൻ തീരുമാനിച്ചു, സമസ്തയുടെ ആദ്യകാല പ്രമേയങ്ങൾ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. എന്തേ ശംസുൽ ഉലമ തീരുമാനിക്കാൻ കാരണം? ചില രാഷ്ട്രീയ ഇടപെടലുകളും സമ്മർദ്ദങ്ങളെയും തുടർന്ന് എന്ന് പറയാൻ പച്ചയായിട്ട് പറയാ, മുസ്ലിം ലീഗ് ഇടപെട്ട് സമസ്തയുടെ 8-7 പതിറ്റാണ്ട് കാലത്തെ പഴയകാല തീരുമാനങ്ങളും ഫത്വകളും അതുപോലുള്ള സുപ്രധാനമായ പ്രമേയങ്ങളും അത് ഭേദഗതി വരുത്തണമെന്ന് ശക്തമായി മുഷാവറയിൽ ആവശ്യപ്പെട്ടു ശംസുൽ ഉലമ. കാന്തപുരം ദീനിൽ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തന്നെ ഈ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? അനുവദിക്കില്ലെന്ന് ശക്തമായി പറഞ്ഞു. മറുപക്ഷം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന അടിസ്ഥാനത്തിൽ പാസാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഹക്കിന് വേണ്ടി സ്ഥാപിച്ച ഈ സംഘടന ഹക്കിനതിൽ തീരുമാനമെടുക്കുകയാണ്. അല്ലാഹു ഇല്ലെന്ന് ഭൂരിപക്ഷം പറഞ്ഞാൽ അതാണോ ദീൻ? ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു വേറൊരു പാർട്ടി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ശുദ്ധമായ കളവല്ലേ ഇത്? ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. മുഷാവറയില്ല എന്നുള്ള ശരി, മുഷാവറയിലൊക്കെ ഓരോ ചലനങ്ങളും അറിയുന്നവരാണ്. പുസ്തകവും ഗ്രന്ഥവും കിതാബും ഒന്നും നോക്കണ്ട. ഞാൻ പറയട്ടെ, ഈ പുതിയ തലമുറക്ക് മുമ്പിൽ ഇത്ര ശുദ്ധമായ കളവുകൾ സമസ്തയുടെ പേരിൽ എന്താണ്? സമസ്തയുടെ മുൻകാല തീരുമാനങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് തിരുത്തി, മുൻകാല പ്രമേയങ്ങൾ തിരുത്തിയെഴുതി, മുൻകാല ഫത്വകൾ തിരുത്തിയെഴുതി. ഞാൻ വെല്ലുവിളിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുകളുടെ ചരിത്രത്തിൽ ഏതെങ്കിലും 90 വർഷക്കാലത്തെ ചരിത്രത്തിൽ കാന്തപുരം പോയ ശേഷമോ മുമ്പോ ആകട്ടെ, ഈ 90 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രമേയം, ഏതെങ്കിലും എടുത്തൊരു ഫത്വ, ഏതെങ്കിലും ഒരു തീരുമാനം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലമോ അല്ലാതെയോ സമസ്തയുടെ ചരിത്രത്തിൽ മാറ്റിത്തിരുത്തി ഭേദഗതികൾ എഴുതി വെച്ചുവെന്ന് കാന്തപുരം വിഭാഗം തെളിയിക്കുകയാണെങ്കിൽ ആ നിമിഷം കാന്തപുരം വിഭാഗത്തിന്റെ മാർഗമാണ് ശരി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിയുമോ? ഇത് പച്ചയായി പത്രത്തിലല്ലേ എഴുതുന്നത്? ഈ പാവപ്പെട്ട ജനലക്ഷങ്ങൾ വായിക്കൂലേ ഇത്? എന്റെ സുഹൃത്തുമാർ, ഏത് തീരുമാനം സമസ്ത മാറ്റിയത്? ഏത് ഫത്വയാണ് സമസ്ത ഭേദഗതി ചെയ്തത്? ഏത് പ്രമേയമാണ് സമസ്ത പിൻവലിച്ചത്? ശുദ്ധമായ കള്ളം. ഈ തരത്തിൽ കള്ളം പോയി പറഞ്ഞ് അവസാനം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞപ്പോഴാണ് അള്ളാന്റെ റസൂൽ നേരിട്ട് വരെ പിടികൂടിയത്. അതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പതനങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈന്യത, ജമാഅത്തെ ഇസ്ലാമി അനുഭവിച്ചുകൊണ്ടിരുന്ന ദൈന്യത, ആശയപരമായ ആദർശരാഹിത്യം ഇന്ന് കേരളീയ മുസ്ലിം സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതിലെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പുലരും വരെ പ്രസംഗിച്ചാലും തീരാത്ത യോഗ്യരായ യുവ പണ്ഡിത സുഹൃത്തുക്കൾ അക്കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിശദീകരിക്കാൻ നമുക്ക് മുമ്പിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ സത്യസന്ധമായ മാർഗമാണ് സുന്നത്ത് ജമാഅത്ത്. അതിപ്പോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുജാഹിദും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളെ മൗലവിമാർ അപ്പറഞ്ഞ രീതിയും ശരിയല്ല, നിങ്ങൾ ആ കാളമ്പാടി മുസ്ലിമൊക്കെ മാതിരിയാണെങ്കിൽ പിന്നെയും തിരക്കിടില്ല. അവർക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജമാഅത്തുകാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വ്യാജ ത്വരീഖത്തുകൾക്ക് അവരുടെ ശൈഖന്മാരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാന്തപുരം വിഭാഗത്തിന് തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തമാണ് ഈ കാണുന്ന യുവ പണ്ഡിത നിര. ഇവരാരും നമ്മൾ സ്വാധീനിച്ചിട്ടില്ല, ഈ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്കെന്റെ പ്രിയപ്പെട്ട പൊന്നൽകന്മാരോട്, ജ്യേഷ്ഠ സഹോദരന്മാരോട് പറയാനുള്ളത്, ഈ സംഘത്തിന് ശക്തി പകരുക, നല്ല സമസ്തയുടെ പ്രവർത്തകരാകുക, നല്ല സുന്നി യുവ സംഘത്തിന്റെ പ്രവർത്തകരാവുക, നല്ല SKSയുടെ പ്രവർത്തകരാവുക. ഈ പ്രവർത്തകരാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചുപോയി എന്നാണ്. അവർ പ്രവർത്തകരാണ്. അവർ ഈ കണ്ണിയിൽ നിന്നാണ് മരിച്ചുപോയത്. അവർക്കൊരു വലിയ മഹാന്മാർ മുൻകാലത്ത് പ്രാർത്ഥിച്ചു വച്ചിട്ടുണ്ട്. ഇപ്പോഴും ജനലക്ഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അക്കൂട്ടത്തിൽ മഹാന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടിയുള്ള പ്രചാരകരും പ്രവർത്തകരുമാവുമ്പോൾ വലിയ മഹാന്മാരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ നമുക്ക് ലഭിക്കും. ഇത് സത്യത്തിന്റെ മാർഗ്ഗം. അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും. അതുകൊണ്ട് സത്യസന്ധമായി എല്ലാ വൈതരണികളും തട്ടിമാറ്റിക്കൊണ്ട് ധീരമായി സമസ്തയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഉലമാക്കൾ, കാരണവന്മാർ, ഈ വിനീതനെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.